ഇതാണ് സ്റ്റാർ ഫ്രൂട്ട്. ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്നു. പക്ഷേ പലർക്കും പല അഭിപ്രായമാണ്. സ്റ്റാർ ഫ്രൂട്ട് പുളിയാണെന്നും ചിലർ പറയുന്നു മധുരമുണ്ടെന്നും. അത് രണ്ടും ശരിയാണ്. ആദ്യം മനസ്സിലാക്കാം, ഈ സ്റ്റാർ ഫ്രൂട്ട് ഒരു വിദേശ പഴവർഗ്ഗമാണ്. പിന്നീട് നമ്മുടെ നാട്ടിലും എത്തിയതാണ്. ഇത് ചെറുതായി പൂത്തു നിൽക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു മുമ്പ് ഞാൻ കാണിച്ചിരുന്നത്. ഇപ്പോൾ ആ പൂക്കളെല്ലാം കായായി തുടങ്ങിയിട്ടുണ്ട്. പഴം അധികമായി വലുതാവാത്തതും ഇനി പഴുത്താൽ പൂർണ്ണമായ മഞ്ഞ കളറിലേക്ക് എത്താത്തതുമായ സ്റ്റാർ ഫ്രൂട്ടുണ്ട്. അതിന് എന്നാൽ കായകൾ അല്പം വലുപ്പമുള്ള ഇനവും ഉണ്ട്. അത് പഴുത്തു കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറിലേക്ക് വരും. അത് മധുരമുള്ള ഇനത്തിൽപ്പെട്ടതാണ്. നഴ്സറികളിൽ നിന്നൊക്കെ നമ്മൾ ഈ തൈ വാങ്ങുമ്പോൾ അതിനെപ്പറ്റി ചോദിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ തൈ വാങ്ങാൻ. സ്റ്റാർ ഫ്രൂട്ട് റെഡ് കളറിൽ ഉള്ളതും ഉണ്ട്. സ്റ്റാർ ഫ്രൂട്ട് പല ഇനത്തിലും പെട്ടതുകൊണ്ട് എല്ലാ സ്റ്റാർ ഫ്രൂട്ടും പുളിയുള്ളതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഏത് ഇനത്തിൽപ്പെട്ടതായാലും നമ്മുടെ കാലാവസ്ഥയിൽ നമ്മുടെ മണ്ണിൽ ഇത് നല്ലപോലെ പൂക്കുകയും കായ പിടിക്കുകയും ചെയ്യും. ഈ ചെടിക്ക് ജൈവവളം മാത്രം മതി. ജൈവവളമായ ചാണകപ്പൊടി, കമ്പോസ്റ്റ് എന്നിവ നമുക്ക് ഇട്ട് കൊടുക്കാം. മണ്ണിൽ അത്യാവശ്യം ഈർപ്പം നിലനിൽക്കണം, എന്നാൽ വെള്ളം കെട്ടിക്കിടക്കരുത്. 6 മണിക്കൂറെങ്കിലും നേരിട്ടുള്ള സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു ഇനം കൂടിയാണ് ഇത്. കമ്പ് കോതൽ നടത്തുകയാണെങ്കിൽ ഡ്രമ്മിലോ അത്യാവശ്യം വലിപ്പമുള്ള ചട്ടിയിലോ ഇതിനെ നമുക്ക് നട്ടു വളർത്താം. ചെടിയുടെ വളർച്ചക്കനുസരിച്ച് കൂടുതൽ കായയും പിടിക്കും. മധുരമുള്ള ഇനത്തിൽപ്പെട്ടതാണോ എന്ന് തീർച്ചപ്പെടുത്തി നിങ്ങളും ഒരു തൈ വീട്ടിലൊക്കെ നട്ടു വളർത്തി നോക്കൂ. അധികം പരിചരണമൊന്നും ആവശ്യമില്ല. തീർച്ചയായും നമ്മുടെ വീട്ടിലും ഇത് നല്ലപോലെ കായ്ക്കും. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.